ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസിലെ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റെപ്പ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസ്, ദറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് CSR കമ്മിറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ റിഫേഴ്സ് ടു ഡേ ടു ഡേ ഡിസിഷൻസ്, പ്രോസസ്സസ്, പ്രാക്ടീസസ് ആൻഡ് ആക്ടിവിറ്റീസ് that ensure the firm meets spirit and letter of its CSR commitments and thereby carries out its CSR strategy. If CSR commitments can be called talking the talk, then implementation is walking the walk. Okay, so CSR commitments ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഈ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേ ടു ഡേ ഡിസിഷൻസ്, പ്രോസസ്സസ്, പ്രാക്ടീസസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഇതിനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ കമ്മിറ്റ്മെൻറ്റ്സ് തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ പോരാ, അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, നമുക്ക് പറയാം CSR കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ടോക്കിംഗ് ദി ടോക്ക് ആണെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വാക്കിംഗ് ദി വോക്കാണ്. ഓക്കെ, ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് പറഞ്ഞു വെക്കുന്നുള്ളൂ, എന്നാൽ ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെല്ലാം സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡെവലപ്പ് ആൻ ഇൻറ്റഗ്രേറ്റഡ് CSR ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ. ഓക്കെ, ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് വേണ്ടത്. Although every firm is different, each has a decision making structure in place to ensure that it can meet its commitment and customer needs. The key question to ask here is, given the firm's existing mission, size, sector, culture, way of organizing its affairs, operation and risk areas, and given its CSR strategy and commitments, what is the most effective and efficient CSR decision making structure to put in place? Okay, സോ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡെവലപ്പ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് CSR ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പയർ ആൻഡ് ഇംപ്ലിമെൻറ്റ് CSR ബിസിനസ് പ്ലാൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ വേണ്ടത് CSR ബിസിനസ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദി ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ CSR ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ഷൻ വിത്തിൻ ദി ഫേം. These people play key role in developing and implementing the CSR business plan, which should follow from the CSR strategy and commitments. The CSR business plan may be separately described or included as part of firm's existing overall business plan. Okay, with the strategy, commitments and decision making structure is placed, the CSR business plan helps ensure that the words are transformed into effective action. An excellent way of doing this is to determine what human, financial and other resources and activities will be required to carry out CSR strategy and commitments. Okay, then ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഓക്കെ, സോ നമ്മൾ CSR ഡെവലപ്പ് ചെയ്തിട്ടുള്ള CSR കമ്മിറ്റ്മെൻറ്റ്സ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് ഇംപ്ലിമെൻറ്റ് CSR പ്ലാൻ എന്ന് പറയുന്നത്, ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റേജ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, അതിനുശേഷം വേണ്ടത് സെറ്റ് മെഷറബിൾ ടാർഗറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ പെർഫോമൻസ് മെഷർ. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ ടാർഗറ്റുമായി കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യണം. ഓക്കെ, എഫക്റ്റീവ് CSR ഇംപ്ലിമെൻറ്റേഷൻ റിക്വയർ ദി സെറ്റിംഗ് ഓഫ് മെഷറബിൾ ടാർഗറ്റ് ഫോർ ദി കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചു, ആ ടാർഗറ്റിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ
എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ പെർഫോമൻസ് കൂടി നമ്മൾ മെഷർ ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ദി തേർഡ് സ്റ്റേജ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഗേജ് എംപ്ലോയീസ് ആൻഡ് അതേഴ്സ് ടു ഹൂം CSR കമ്മിറ്റ്മെൻറ്റ്സ് അപ്ലൈ. Following the approach set out this guide, the input of employees and other key stakeholders have been solicited at every stage from preliminary assessment through to strategy development and articulation of commitments. Employees play a central role in CSR implementation. Okay, so നമ്മൾ എഫക്റ്റീവായിട്ട് CSR ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് എംപ്ലോയീസ് പോലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ദാറ്റ്സ് ദി ഫോർത്ത് സ്റ്റേജ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് കണ്ടക്ട് CSR ട്രെയിനിങ്. ഓക്കെ, CSR ട്രെയിനിങ് ഡിസൈൻ ചെയ്യുക, അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കാരണം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSRമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള CSR ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം. Okay, firms need to train employees directly involved in CSR activities. This is an ongoing commitment since training needs will change as the CSR issues evolve. Okay, നമുക്കറിയാം CSRമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSRമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ട്രെയിനിങ് ആവശ്യമായിട്ട് വരിക. ഓക്കെ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കണം ഈ CSR കമ്മിറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ടു ട്രെയിനിങ് സച്ച് ആസ് the ones taken by IKAE will ensure employees have information on the firm's CSR commitments, programs and implementation. Okay, കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ CSR കമ്മിറ്റ്മെൻറ്റ്സ്, പ്രോഗ്രാംസ്, ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ എംപ്ലോയീസിന് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഫിഫ്ത്ത് സ്റ്റേജ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഡിസൈൻ ആൻഡ് കണ്ടക്ട് CSR ട്രെയിനിങ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് മെക്കാനിസം ഫോർ അഡ്രസ്സിങ് പ്രോബ്ലമാറ്റിക് ബിഹേവിയർ. ദി വെരി ഫ്യൂച്ചർ ഓഫ് എംപ്ലോയീസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫേംസ് ക്യാൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് കോൺട്രറി ടു CSR പ്രിൻസിപ്പിൾ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇവിടെ പറയുന്നത് CSR പ്രിൻസിപ്പിൾസിനുമായി എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ CSR കമ്മിറ്റ്മെൻറ്റ്സിന് എതിരായിക്കൊണ്ട് എന്തെങ്കിലും പ്രോബബിലിറ്റിക് ബിഹേവിയർ ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഓക്കെ, ദെൻ അത് പരിഹരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ മുൻകൂട്ടി എടുക്കണം. ഓക്കെ, ഓഡിറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് വൈൽ റിവീലിംഗ് ക്യാൻ ഓൺലി ഗോ സോ ഫാർ ഇൻ ദിസ് റിഗാർഡ്. ഫോർ ദിസ് റീസൺ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫേം to put in place mechanism and process that will allow for early detection, reporting and resolution of problematic activity. Okay, so എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ഉണ്ടെന്നുള്ളത് നമ്മൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്യണം, അത് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും എടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് മെക്കാനിസം ഫോർ അഡ്രസ്സിങ് പ്രോബ്ലമാറ്റിക് ബിഹേവിയർ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ പ്ലാൻസ്. ഇൻഫർമേഷൻ അബൌട്ട് CSR കമ്മിറ്റ്മെൻറ്റ്സ്, ആക്ടിവിറ്റീസ് ആൻഡ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് വിസിബിലി ആൻഡ് ഫ്രീക്വൻ്റ്ലി ടു ഓൾ എംപ്ലോയീസ്, വെദർ ത്രൂ ന്യൂസ് ലെറ്റേഴ്സ്, ആനുവൽ റിപ്പോർട്ട്സ്, ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ, meetings, training or informal mechanism. Employees must know that CSR is a company priority. Okay, സോ CSRനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ CSR ആക്ടിവിറ്റീസിന്, CSR കമ്മിറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് എംപ്ലോയീസിനെ അറിയിക്കണം. ഓക്കെ, അതായത് CSRന് ഇത്രത്തോളം പ്രയോറിറ്റി കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എംപ്ലോയീസിനെ അറിയിക്കണം. ഓക്കെ, അത് ന്യൂസ് ലെറ്റേഴ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം, ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും CSR ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എംപ്ലോയീസിലേക്ക് എത്തിച്ചിരിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് ദി സെവൻത്ത് സ്റ്റേജ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മേക്ക് കമ്മിറ്റ്മെൻറ്റ്സ് പബ്ലിക്. ഓക്കെ, മേക്ക് ദി കമ്മിറ്റ്മെൻറ്റ്സ് പബ്ലിക്. For CSR commitments to be most credible, they should be made public. Firms may only wish to make public those commitments they are confident of achievement, but not work on others quickly with no publicity. A good external communication plan should identify the individuals
and people that need to aware of particular CSR initiative and those who should receive hard copies of CSR documents as well as how those individuals and groups are to be reached. ഓക്കെ, ദെൻ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള CSR ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തുക. ഓക്കെ, പബ്ലിക്കിലേക്ക് എത്തിക്കുക നമ്മൾ ഇന്ന കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യം. ഓക്കെ, ദാറ്റ് ഇസ് ദി 8th സ്റ്റേജ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, so these are the stages in implementation of CSR commitments. ഓക്കെ, സോ ഒന്ന് നമ്മൾ എത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസിലെ 4th സ്റ്റേജ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.